ശിവരാത്രി എന്നാൽ ശിവപിതാവിനെ പ്രത്യക്ഷമാക്കുവാനുള്ള ദിവസം. ആരാണോ തൻ്റെ ഉള്ളിൽ അലിഞ്ഞിരിക്കുന്നത് ആ ഒന്ന് ലോകർക്ക് പ്രത്യക്ഷത്തിൽ കാണപ്പെടണം. ശിവരാത്രിക്ക് ആത്മാക്കൾക്ക് ജ്ഞാനസൂര്യൻ്റെ തിളക്കം കാണിച്ചു കൊടുക്കൂ. ഏതെങ്കിലും അലൗകിക പദ്ധതികൾ തയ്യാറാക്കൂ. ഭക്തിയിൽ ചന്ദനത്തിരിയുടെ സുഗന്ധം ദൂരെ നിന്ന് തന്നെ ആകർഷിക്കുന്നത് പോലെ സ്ഥാനവും സ്ഥിതിയും രണ്ടിലൂടെയും ദൂരെ നിന്നും ആത്മീയ ആകർഷണം ഉണ്ടാകണം. ശിവരാത്രിക്ക് അനേകം ആത്മാക്കൾക്ക് സേവനത്തിൻ്റെ ഉപാധികളിലൂടെ പരിചയം ലഭ്യമാകുന്നതിൻ്റെ കാര്യം ചെയ്യുന്നതിനോടൊപ്പം ബാബയുടെ തിളക്കം കാണുന്നതിൻ്റെയും അനുഭവിക്കുന്നതിൻ്റെയും പ്രസാദം അവർക്ക് നൽകണം. എവിടെ പ്രസാദം ലഭിക്കുമോ അവിടെ എല്ലാവരുടെയും ആകർഷണമുണ്ടാകും. പ്രസാദത്തിൻ്റെ ആകർഷണത്താൽ ആഗ്രഹിക്കാതെ തന്നെ സ്വയമേ ലോകർ എത്തിച്ചേരുന്നു. അതിനാൽ അശക്തരായ ആത്മാക്കൾക്ക് വിശേഷിച്ച് ദയയുടെ സങ്കല്പത്തിൻ്റെ ആകർഷണത്തിലൂടെ പ്രാപ്തികളുടെയും അനുഭൂതികളുടെയും പ്രസാദം വിതരണം ചെയ്യൂ. ഇതിനുവേണ്ടി വിശേഷിച്ച് സേവനയോഗ്യരായ ആത്മാക്കൾ ഒരു ദിവസം ഏകാഗ്രതയുടെയും അന്തർമുഖതയുടെയും വ്രതം വയ്ക്കൂ. ഈ വ്രതത്തിന് വൃത്തികളെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയും. ഭക്തരാണെങ്കിൽ സ്ഥൂലമായ ആഹാരത്തിൻ്റെ വ്രതം വയ്ക്കുന്നു. ജ്ഞാനി ആത്മാക്കൾ വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം ഇവയുടെ കോലാഹലത്തിനും ഉപരിയായി ഏകാഗ്രതയിലും ആത്മീയതയിലും ഇരിക്കുന്നതിൻ്റെ വ്രതം എടുക്കണം. അപ്പോൾ ജ്ഞാനസൂര്യൻ്റെ തിളക്കം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെ കാര്യം നിർഭയരായി ചെയ്യണം. ബാബയുടെ വാസ്തവിക പരിചയം നൽകണം. വിശ്വരചയിതാവിനെയും പിന്നെ ആ വിശ്വരചയിതാവ് ആരിലൂടെ പാട്ടഭിനയിച്ചു ആ ആദിദേവനെ അഥവാ സാകാര ബ്രഹ്മാവിനെയും തിരിച്ചറിയണം. ബാബയുടെ പരിചയം നൽകുന്ന വാക്കുകളിൽ ആത്മീയ ലഹരി ഉണ്ടായിരിക്കണം. പരമാത്മാ സ്നേഹം നിറഞ്ഞിരിക്കണം. മസ്തകത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ തിളക്കം വേണം. അപ്പോൾ എല്ലാവർക്കും ബാബയുടെ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഈ ശിവരാത്രി പ്രത്യക്ഷതയുടെ ശിവരാത്രിയായി ആഘോഷിക്കൂ.